നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 11 വ്യാഴാഴ്ചയാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. US മാർക്കറ്റുകൾ ഇന്നലെയും വലിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. S&P 500ഉം നാസ്ഡാക്കും പുതിയ ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്തു. 5600 എന്ന മാർക്ക് ഇത് ആദ്യമായി S&P 500 ടച്ച് ചെയ്തിരിക്കുന്നു. യുഎസിലെ 3 മാർക്കറ്റുകളും ശക്തമായി തന്നെ 1% മുകളിൽ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. 3 മാർക്കറ്റുകളും നല്ല ശക്തമായി തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഈ ഒരു പോസിറ്റിവിറ്റി ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലും കാണാം. എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല, ഫോക്കസിലുള്ളത് നിക്കി മാർക്കറ്റാണ്. 42,000 എന്ന മാർക്ക് ഇതിനോടകം ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഓൾ ടൈം ഹൈ ലെവലാണത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് TCSന്റെ റിസൾട്ട് പുറത്തു വരാനുണ്ട്. മാത്രമല്ല, PLI സ്കീമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെലികോം സെക്ടർ ഇന്ന് ഫോക്കസിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടർ കൂടി നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു വാർത്ത, PLI സ്കീമിന് കീഴിൽ ടെലികോം ഉപകരണ നിർമ്മാണ വിൽപ്പന 50,000 കോടി രൂപയുടെ നാഴികക്കല്ല് പിന്നിട്ട് കഴിഞ്ഞു. ഈ PLI സ്കീമിന് കീഴിൽ 3 വർഷത്തിനുള്ളിൽ പദ്ധതി 3400 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിച്ചു. ഉൽപാദനം 50,000 കോടി രൂപ കവിഞ്ഞു. മൊത്തം കയറ്റുമതി 10,500 കോടി രൂപയും എത്തി. കൂടാതെ മൊബൈൽ ഫോൺ ഉൽപാദനത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 58 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു 2014-15 ഉൽപാദനം. എന്നാൽ അത് ഇപ്പോൾ 330 ദശലക്ഷം യൂണിറ്റ് ആയിരിക്കുന്നു 2023-24 സാമ്പത്തിക വർഷത്തിൽ. ഇറക്കുമതിയിൽ വലിയ കുറവാണ് വന്നിരിക്കുന്നത്. 210 ദശലക്ഷം യൂണിറ്റിൽ നിന്ന് 3 ദശലക്ഷം യൂണിറ്റായി കുറഞ്ഞിരിക്കുന്നു. മൊബൈൽ ഫോണുകളുടെ കയറ്റുമതി 50 ദശലക്ഷം യൂണിറ്റിലും എത്തി. PLI സ്കീമിന്റെ വലിയ വിജയം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കമ്പനികളെ സംബന്ധിച്ച് ഫോക്കസിൽ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ആദ്യം HFCL ലിമിറ്റഡ്, ITI, തേജസ് നെറ്റ്വർക്ക്, ഡിക്സോൺ ടെക്നോളജീസ്, സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്, സിർമ SGS ടെക്നോളജി എന്നിവയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. PSU ബാങ്കുകളിൽ നിന്ന് ഡിവിഡൻഡ് ഇനത്തിൽ 6,481 കോടി രൂപ ഗവൺമെന്റിന് ലഭിച്ചിരിക്കുന്നു. ആ വാർത്ത നോക്കാം. 2023-24 സാമ്പത്തിക വർഷത്തിൽ 4 പൊതുമേഖലാ ബാങ്കുകൾ മൊത്തം 6,481 കോടി രൂപയുടെ ഡിവിഡൻഡ് ചെക്കുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമന് സമർപ്പിച്ചു. ബാങ്ക് ഓഫ് ബറോഡ 2,514.22 കോടി രൂപയും, കാനറ ബാങ്ക് 1,838.15 കോടി രൂപയും, ഇന്ത്യൻ ബാങ്ക് 1,193.45 കോടി രൂപയും, ബാങ്ക് ഓഫ് ഇന്ത്യ 935.44 കോടി രൂപ, എക്സിം ബാങ്ക് 252 കോടി രൂപ. ഇപ്പോൾ നമുക്ക് ധാരാളം സ്റ്റോക്കുകൾ റാലി കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ പലതും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷകളിലാണ് ഇപ്പോൾ റാലി ചെയ്യുന്നത്. അത്തരത്തിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ധാരാളം സ്റ്റോക്കുകളും സെക്ടറുകളും ഫോക്കസിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോസിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത്തരത്തിലൊരു വാർത്തയിലേക്ക്, 2024 കേന്ദ്ര ബഡ്ജറ്റിൽ ഭവന അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യൻ സിമന്റ് വ്യവസായം പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിലെ സിമന്റ് ഡിമാൻഡിന്റെ 80% പാർപ്പിടവും അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിനു പുറമെയാണ് ഹൈവേകൾ, റോഡുകൾ, പാലങ്ങൾ, നഗരവികസനം എന്നിവയിൽ കാര്യമായ നിക്ഷേപവും സിമന്റ് ഇൻഡസ്ട്രി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ സിമന്റ് മേഖല വലിയ റാലിയിൽ തന്നെയാണ്. ഏതായാലും സിമന്റ് ഇൻഡസ്ട്രി ഫോക്കസിൽ ഉണ്ടായിരിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അടുത്തത് ഒരു സ്റ്റോക്ക് ന്യൂസിലേക്കാണ്. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിന്റെ അനുബന്ധ സ്ഥാപനമായ ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസസ് ലിമിറ്റഡ് അതിന്റെ 7.8% ഓഹരികൾ വിൽക്കാൻ ഡയറക്ടർ ബോർഡ് അനുമതി നൽകിയതായി ഒരു വാർത്ത വന്നിരിക്കുന്നു. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള JLR ഇന്ത്യ 2024 ജൂൺ 30 അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 31% വാർഷിക വളർച്ച കൈവരിച്ചതായി കമ്പനി പ്രഖ്യാപിച്ചു. മറ്റൊരു കമ്പനി പവർ ഗ്രിഡ് ആണ്. ആഭ്യന്തര ബോണ്ടുകൾ വഴി 2025-26 സാമ്പത്തിക വർഷത്തിൽ 16,000 കോടി രൂപ വരെ വായ്പ എടുക്കാൻ കമ്പനി അനുമതി നൽകിയിട്ടുണ്ട്. മറ്റൊരു കമ്പനി LIC ആണ്. 2018-19 സാമ്പത്തിക വർഷത്തിൽ 17.53 കോടി രൂപ പിഴയും 17.61 കോടി രൂപ പലിശയും 1.75 കോടി രൂപ പിഴയും ആവശ്യപ്പെട്ട് ആസാം സംസ്ഥാന നികുതി ഉത്തരവിനെതിരെ കമ്പനി അപ്പീൽ നൽകും. മറ്റൊരു കമ്പനി സുല വൈൻയാർഡ്സ് ആണ്. കമ്പനി അതിന്റെ എക്കാലത്തെയും ഉയർന്ന Q1 അറ്റ വരുമാനം പ്രഖ്യാപിച്ചു. അവരുടെ സ്വന്തം ബ്രാൻഡിന്റെ വരുമാനം 104.4 കോടി രൂപയും വൈൻ ടൂറിസത്തിൽ നിന്ന് 113 കോടി രൂപയും മൊത്തത്തിലുള്ള അറ്റ വരുമാനം 129.6 കോടി രൂപയുമാണ്.
മറ്റൊരു കമ്പനി IRB ഇൻഫ്രയാണ്. IRB ഇൻഫ്രയും IRB ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റും 2024 ജൂലൈയിലെ ടോൾ വരുമാനം 35% വർദ്ധിച്ച് 517 കോടി രൂപയായി എന്ന് അറിയിച്ചു. Q1 ഫിനാൻഷ്യൽ ഇയർ 2025 അവരുടെ ടോൾ വരുമാനം 1556 കോടി രൂപയായിരുന്നു. Q1 24 അവരുടെ വരുമാനം 1183 കോടി രൂപയായിരുന്നു. അതായത് 32% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബൽറാംപൂർ ചീനി മിൽസ്, ബന്ധൻ ബാങ്ക്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC, IEX, ഇന്ത്യ സിമന്റ്, ഇൻഡസ് ടവേഴ്സ്, PEL, RBL ബാങ്ക് എന്നിവയാണ്. റിസൾട്ട് സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട്. TCSന്റെ റിസൾട്ടാണ് ഇന്ന് വരുന്നത്. അതുപോലെ നെൽക്കോ, GTPL ഹാത്വേ, ആനന്ദ് രതി വെൽത്ത് എന്നിവയുടെ റിസൾട്ട് ഇന്ന് പുറത്തു വരും. ഇനി എല്ലാ ദിവസവും നമ്മൾ പറയാറുള്ളത് പോലെ നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 10:30 മുതൽ 3:30 വരെയാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു വേദിയാണത്. ഇനി നമ്മുടെ സ്റ്റുഡൻസിനായി നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു താഴെ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ബെഞ്ച് മാർക്കുകൾ നെഗറ്റീവിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. നിഫ്റ്റിയിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ M&M, TCS, HDFC ബാങ്ക് എന്നിവയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ക്വാർട്ടർലി റിസൾട്ടുകളും വരാനിരിക്കുന്ന യൂണിയൻ ബഡ്ജറ്റുമാണ് ഇപ്പോഴത്തെ പ്രോഫിറ്റ് ബുക്കിംഗിന് കാരണം. FMCG, ഫാർമ സ്പേസുകളിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്നലെ കണ്ടു. ഇന്നലെ ടോപ്പ് ഗെയിനേഴ്സായി മാറിയത് ഇന്ത്യ സിമന്റ്സ്, JK സിമന്റ്സ്, ഏഷ്യൻ പെയിന്റ്സ്, മഹാനഗർ ഗ്യാസ് എന്നിവയായിരുന്നു. നിഫ്റ്റിയിലേക്ക് ഇന്നലെ രാവിലെ ഒരു ഷാർപ്പ് സെൽ ഓഫ് തന്നെയായിരുന്നു നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. പിന്നീട് 24,150 മുതൽ 24,180 വരെയുള്ള സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ചു കയറുകയായിരുന്നു. 55 അവർ EMA ഉള്ളതും അതുപോലെ 10 ഡേ EMA ഉള്ള റേഞ്ചും ഇത് തന്നെയാണ്. ഈ ലെവലിൽ നിന്നാണ് നിഫ്റ്റിക്ക് ഒരു റിവേഴ്സൽ ലഭിച്ചത്. നിഫ്റ്റി ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 24,324-ൽ 108 പോയിന്റ്സ് ഉയർന്നാണ്. ഒരു കീ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,150 ലെവലാണ്. നിഫ്റ്റിയിൽ 100 പോയിന്റ്സിലേറെ ഉള്ള ഒരു ഫാൾ വരുന്നത് ഇത് 14 ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷമാണ്. അടുത്തതായി ഡെയിലി ക്യാൻഡിൽ. ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് ഒരു വീക്ക്നെസ് തന്നെയാണ്. ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 24,200 താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം കോഷ്യസ് ആയിരിക്കണം. 24,420 മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്ത് ക്രോസ് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയിൽ കൂടുതൽ അപ്സൈഡ് റാലിക്ക് സാധ്യതയുള്ളതായി കാണപ്പെടുന്നു. ഇനി ഇന്നലത്തെ ഇടിവിന് ശേഷം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ സ്ട്രൈക്കുകളിലാണ് എന്ന് നോക്കാം. ആദ്യം 24,500-ലാണ് കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 25,000 സ്ട്രൈക്കിലും അതിനുശേഷം 24,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 24,000-ലും അതിനുശേഷം 24,200 സ്ട്രൈക്കിലും അതിനുശേഷം 24,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ ഇപ്പോഴും സാധ്യതയുള്ളത് 24,500 തന്നെയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,300. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 24,300-ൽ 7% ഇടിവാണ് പുട്ട് സൈഡിലുള്ളത്. ഒരു ലോങ് അൺവൈൻഡിംഗ് ആണ്. 180% വർധനവ് കോൾ സൈഡിൽ കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുണ്ട്. 24,250 സ്ട്രൈക്കിൽ 2% ഇടിവാണ് പുട്ട് സൈഡിലുള്ളത്. ലോങ് അൺവൈൻഡിംഗ് തന്നെ. 127% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പ്. 24,350 സ്ട്രൈക്കിൽ 36% ഇടിവാണ് പുട്ട് സൈഡിലുള്ളത്. അവിടെയും ലോങ് അൺവൈൻഡിംഗ് തന്നെയാണ്. കോൾ സൈഡിൽ 230% വർധനവ് ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ ഡാറ്റ കാണിച്ചു തരുന്നത് ഒരു വശത്ത് ഹെവി കോൾ റൈറ്റിംഗ് നടക്കുമ്പോൾ മറുവശത്ത് ഡീസന്റ് ആയിട്ടുള്ള ഒരു പുട്ട് അൺവൈൻഡിംഗ് ആണ് നടക്കുന്നത്. മാർക്കറ്റിന്റെ കറക്ഷൻ തന്നെയാണ് ഈ ഡാറ്റയും സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,189-ൽ 379 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 52,500-ൽ നല്ല റെസിസ്റ്റൻസ് ആണ് ഉള്ളത് എന്ന് ഇന്നലെ കാണാൻ സാധിച്ചു. കാരണം ആ റേഞ്ചിൽ നിന്നും പെട്ടെന്ന് തന്നെ ബാങ്ക് നിഫ്റ്റി ഇടിയുകയുണ്ടായി. വളരെ ക്രൂഷ്യലായ 52,000 മുതൽ 51,800 വരെയുള്ള സോണിന് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ബുള്ളിഷ് ടോൺ എല്ലാം മാറാൻ സാധ്യതയുണ്ട്. ഈ ലെവൽ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പുൾ ബാക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. അതായത് അത് ഏകദേശം ഒരു 52,500 വരെയൊക്കെ എത്താനുള്ള സാധ്യതയാണുള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് 52,500-ൽ തന്നെയാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 54,000 സ്ട്രൈക്കിലും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 52,000 സ്ട്രൈക്കിലാണ്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് ഉയരുകയുണ്ടായി. ക്ലോസ് ചെയ്യുന്നത് 14.43-ൽ 1.07% ഉയർന്നാണ്.
ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെയും 583 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DIs ആവട്ടെ 1082 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. തുടർച്ചയായ 6ാമത്തെ ദിവസമാണ് FIs ബൈയിങ് മോഡിൽ തന്നെയുള്ളത്. FIs ബൈയിങ്ങിലുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് തികച്ചും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. US മാർക്കറ്റിലേക്ക് വീണ്ടും ശക്തമായ റാലി കാഴ്ചവെച്ച് US വിപണി. ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് മുന്നോടിയായി എൻവിഡിയയും സെലക്ടഡ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലും ഉണ്ടായ റാലിയാണ് ഇന്നലെ ഇൻഡെക്സ് ഉയരാൻ കാരണമായത്. നാസ്ഡാക്കിന്റെ 7ാമത്തെ തുടർച്ചയായ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്ത സെഷൻ ആയിരുന്നു ഇന്നലെ കാണാൻ കഴിഞ്ഞത്. S&P 500ന്റെ തുടർച്ചയായ 6ാമത്തെ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്ത സെഷനുമായിരുന്നു. S&P 500 ഇത് ആദ്യമായി 5600 എന്ന മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. US-ൽ ഇന്നലെ 3 ഇൻഡെക്സുകളും 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. S&P 500 1.18% നേട്ടത്തിലും S&P 500 1.02%, ഡൗ ജോൺസ് 1.09% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെയും ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. പണപ്പെരുപ്പം 2% കുറയും എന്ന് ഇപ്പോഴും പറയാനായിട്ടില്ല. പക്ഷേ പണപ്പെരുപ്പം കുറയുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം കോൺഗ്രസ് ടെസ്റ്റിമോണിയിൽ പങ്കുവച്ചു. ഒരു ഹോക്കിഷ് സ്പീച്ചൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അത് തന്നെയാണ് മാർക്കറ്റ് ഇത്തരത്തിൽ വലിയ റാലിയിലേക്ക് പോകാനുള്ള കാരണമായത്. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ഇന്നലെ മൈക്രോൺ ടെക്നോളജി 4% ഉയർന്നു. എൻവിഡിയ 2.7%, AMD 3.9% ഉയർന്നു. ആപ്പിൾ 1.9% ഉയർന്നത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.36% നേട്ടത്തിലും വിപ്രോ 0.16% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.24% നേട്ടത്തിൽ. HDFC ബാങ്ക് വലിയ ഇടിവിലേക്ക് പോയി. 1.52% ഇടിവാണ് ഇന്നലെ നേരിട്ടത്. ഡോക്ടർ റെഡ്ഡി 0.70% നേട്ടത്തിലും. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.13% ഇടിവിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിൽ നാസ്ഡാക്ക് 0.12% ഇടിവിലും S&P 500 0.13% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് UK ഫ്രാൻസ് ഇലക്ഷന് ശേഷം കാര്യങ്ങൾ ഏറെക്കുറെ സെറ്റിലായി വരുന്നു എന്ന് വേണം യൂറോപ്യൻ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമുക്ക് അനുമാനിക്കാൻ. കാരണം 2 ദിവസത്തെ കനത്ത സെല്ലിങ്ങിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റുകൾ വീണ്ടും തിരിച്ചു കയറി. UK മാർക്കറ്റ് FTSE 0.66% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് DAX 0.94% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.86% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. സ്റ്റോക്ക് 600 0.93% ഉയർന്നു. റീറ്റെയിൽ സ്റ്റോക്കുകൾ 1.6% നേട്ടമുണ്ടാക്കി. കെമിക്കൽ സ്റ്റോക്കുകളാണ് ഒരു ഇടിവിലേക്ക് പോയത്. 0.18% ഇടിവ്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. DAX 0.03% ഇടിവിൽ, CAC 0.15% ഇടിവിൽ, FTSE 0.03% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്ന് ഫോക്കസിലുള്ളത് നിക്കി മാർക്കറ്റ് തന്നെയാണ്. ഇത് ആദ്യമായി 42,000 എന്ന ഓൾ ടൈം ഹൈ നിക്കി മാർക്കറ്റ് ടച്ച് ചെയ്തിരിക്കുന്നു. ചിപ്പ് റിലേറ്റഡ് ആയ സ്റ്റോക്കുകളിലുണ്ടായ റാലി തന്നെയാണ് നിക്കി മാർക്കറ്റ് പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാനുള്ള കാരണമായത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,402 എന്ന നിലയിലാണ്. 40.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് 35 മുതൽ 45 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.70% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.70% തന്നെ നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.89% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.48% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് ബുധനാഴ്ച 1% നേട്ടത്തിലാണ് ഓയിൽ പ്രൈസുകൾ ക്ലോസ് ചെയ്യുന്നത്. വലിയ വോളറ്റാലിറ്റി ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. രാവിലെയൊക്കെ വലിയ ഇടിവിലേക്ക് പോയിരുന്ന ഓയിൽ പിന്നീട് തിരിച്ചു കയറുകയായിരുന്നു. ഒപെക് 2024 ആഗോള സാമ്പത്തിക വളർച്ചാ പ്രവചനം 2.9% ഉയർത്തിയതാണ് ഓയിൽ പ്രൈസുകൾ ഉയരാനുള്ള കാരണമായത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് നേട്ടത്തിൽ തന്നെയാണ്. $85.72 പെർ ബാരൽ എന്ന നിലയിൽ 0.37% നേട്ടത്തിൽ. WTI ഉള്ളത് 82.73 എന്ന നിലയിൽ 0.77% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC എന്നീ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.